വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയും 2.8% ഇടിഞ്ഞതോടുകൂടി കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും വലിയ കറക്ഷൻ ഫേസിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 0.4% ഇടിഞ്ഞ് 22,929 അടുത്ത് ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 4,294 കോടി രൂപയുടെ സ്റ്റേക്കുകൾ കഴിഞ്ഞ ആഴ്ച സെൽ ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 4,363 കോടി രൂപയ്ക്ക് തുല്യമായ സ്റ്റേക്കുകൾ ബൈ ചെയ്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യം 86.83 എന്ന ലെവലിലേക്ക് ഇടിയുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. പ്രധാനമായും വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളിൽ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് RVNL ആണ്, അല്ലെങ്കിൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ റവന്യൂ 2.61% ഇടിയുകയും പ്രോഫിറ്റ് 13% ഇടിയുകയും ചെയ്തു. 358 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 311 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ റവന്യൂ 4,689 കോടിയിൽ നിന്നും 4,567 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 4% ഇടിഞ്ഞ് 248 കോടിയിൽ നിന്നും 238 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 5.3% നിന്നും 5.22% എത്തുകയും ചെയ്തു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പ്രോഫിറ്റ് 26%, റവന്യൂ 6%മാണ് ഇടിഞ്ഞത്. 45 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 33 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ റവന്യൂ 161 കോടിയിൽ നിന്നും 151 കോടിയിലേക്ക് ഇടിഞ്ഞു. എബിറ്റ 21% ഇടിഞ്ഞ് 60 കോടിയിൽ നിന്ന് 47 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 37.8% നിന്നും 31.7% എത്തുകയും ചെയ്തു. ദിലീപ് ബിൽഡ്കോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്നെങ്കിലും റവന്യൂ 10%ഓളം ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം എബിറ്റ 33% ഇടിഞ്ഞ് 385 കോടിയിൽ നിന്നും 487 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 601 ബേസിസ് പോയിന്റ് ഉയർന്ന് 12.36% നിന്നും 18.38% എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 107 കോടിയിൽ നിന്നും 115 കോടിയിലേക്ക് എത്തി. എന്നാൽ റവന്യൂ 2,876 കോടിയിൽ നിന്നും 2,589 കോടിയിലേക്ക് എത്തി. ബോറോസിൽ റിന്യൂവബിളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ലോസ് 15 കോടിയിൽ നിന്നും 27 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. റവന്യൂ 10% വർദ്ധിച്ച് 330 കോടിയിൽ നിന്നും 361 കോടിയിലേക്ക് എത്തി. അതേസമയം എബിറ്റ ലോസ് 20 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 10 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാൻ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിക്കുകയും പ്രോഫിറ്റ് 406% വർദ്ധിക്കുകയും ചെയ്തു. 115 കോടിയിൽ നിന്നും 582 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. അതേസമയം എബിറ്റ ലോസ് 287 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 685 കോടി രൂപയുടെ ലോസിലേക്ക് എത്തി. കുപ്പിഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ചു, റവന്യൂ 15% വർദ്ധിച്ചു. അതേസമയം എബിറ്റ 6.7% ഇടിഞ്ഞ് 12 കോടിയിൽ നിന്നും 11 കോടിയിലേക്ക് എത്തി. കുപ്പിഡിൻ്റെ പ്രോഫിറ്റ് 8.9 കോടിയിൽ നിന്നും 11 കോടിയിലേക്ക് ഉയരുകയും റവന്യൂ 40 കോടിയിൽ നിന്ന് 46 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഫാർമ സെക്ടറിൽ ഗ്ലെൻമാർക്ക് ഫാർമയുടെ റവന്യൂ 35% വർദ്ധിച്ചു. 3,489 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതെങ്കിലും 3,387 കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2,507 കോടിയിൽ നിന്നും 3,387 കോടിയിലേക്ക് റവന്യൂ ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തു. 368 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി പ്രതീക്ഷിച്ചത്. 348 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞ വർഷം അതായത് 470 കോടി രൂപയുടെ ലോസ് ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത്. എബിറ്റ മാർജിൻ 17.72% രേഖപ്പെടുത്തി. 18% എബിറ്റ മാർജിനാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. 633 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 600 കോടിയുടെ എബിറ്റയാണ് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. നോർത്തേൺ ആർക്ക് ക്യാപിറ്റലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കമ്പനിയുടെ എബിറ്റ 6% വർദ്ധിച്ചു. പ്രോഫിറ്റ് മാർജിൻ 59.4% നിന്നും 53.7% ഇടിഞ്ഞു. കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം ഫ്ലാറ്റാണ്. 75 കോടിക്ക് അടുത്തുള്ള പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം റവന്യൂ 17% വർദ്ധിച്ച് 492 കോടിയിൽ നിന്നും 576 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ആദിത്യ ബിർള ഫാഷനാണ്. ആദിത്യ ബിർള ഫാഷനിൻ്റെ ലോസ് 78 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 86 കോടി രൂപയുടെ ലോസാണ് പ്രതീക്ഷിച്ചത്. ലോസ് കുറഞ്ഞത് ഒരു പോസിറ്റീവ് ഫാക്ട് തന്നെയാണ്. എബിറ്റ മാർജിൻ 13.29% നിന്നും 14.75% ഉയരുകയും എബിറ്റ 554 കോടിയിൽ നിന്നും 635 കോടിയിലേക്ക് എത്തുകയും ചെയ്തു.
570 കോടി രൂപയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കൂടാതെ കമ്പനിയുടെ റവന്യൂ 3% വർദ്ധിച്ച് 4167 കോടിയിൽ നിന്നും 4305 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഏറെക്കുറെ മാർക്കറ്റിനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ് ആദിത്യ ബിർള ഫാഷൻ എന്ന കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ആദിത്യ ബിർള ഫാഷനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റിലെ ഒരു പ്രമുഖ കമ്പനിയായ ജംന ഓട്ടോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 20% ഇടിഞ്ഞു. 54 കോടിയിൽ നിന്നും 43 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. റവന്യൂ 7% ഇടിഞ്ഞ് 604 കോടിയിൽ നിന്നും 562 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 10% ഇടിഞ്ഞ് 86 കോടിയിൽ നിന്നും 77 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 14% നിന്നും 13.7% എത്തുകയും ചെയ്തു. കിറ്റക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 41 കോടിയായി ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ 20.4% നിന്നും 19.7% എത്തിയെങ്കിലും എബിറ്റ 62% വർദ്ധിച്ച് 33 കോടിയിൽ നിന്നും 54 കോടിയിലേക്ക് എത്തി. റവന്യൂ 68% വർദ്ധിച്ച് 164 കോടിയിൽ നിന്നും 276 കോടിയിലേക്ക് എത്തി. പോളിപ്ലക്സ് കോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4 കോടി രൂപയുടെ ലോസിൽ നിന്നും 57 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 3.3% നിന്നും 7% ഇംപ്രൂവ് ആയി. എബിറ്റ 49 കോടിയിൽ നിന്നും 121 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 1495 കോടിയിൽ നിന്നും 1721 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില പ്രധാന സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് JSW എനർജി. KSK മഹാനദി പവർ കമ്പനിയുടെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് JSW എനർജി എന്ന കമ്പനിക്ക് ഈ അക്വിസിഷന് വേണ്ടി NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. US FDAയുടെ ഇൻസ്പെക്ഷൻ നടക്കുന്നതുകൊണ്ട് സൈഡസ് ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെയും അലബിക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. AGRയുമായി ബന്ധപ്പെട്ട മാറ്ററുകൾ സുപ്രീം കോടതിയിൽ ക്ലോസ് ആയതിനെ തുടർന്ന് വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റിൽ ജംന ഓട്ടോയോടൊപ്പം തന്നെ യൂണോ മിൻഡ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. യൂണോ മിൻഡയുടെ തന്നെ മറ്റൊരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ 49% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്